നിങ്ങൾ അപ്പാടെ വിഴുങ്ങുകയും ഇസ്ലാമിന്റെ മാർഗത്തെ അരക്കിട്ടുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവാദമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്റെ ചോദ്യത്തിന് പ്രസക്തിയില്ല. അടുത്ത മാസം ഞങ്ങൾ ഇതുപോലെ ഈ പറഞ്ഞതുപോലെ CD കൊണ്ടുവരും, പവർ പോയിന്റ് കാണിക്കും, മുഹമ്മദ് ഈസായും ഹംസക്കായും വരും, ഇതിനുള്ള ആൻസർ തരും. 2016 നിങ്ങൾ നടത്തും, 17 നിങ്ങൾ നടത്തും, അങ്ങനെ പോകും. പക്ഷെ അതല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് ഈസ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നു, ഞങ്ങളുടെ പണ്ഡിത ശ്രേഷ്ഠന്മാർ ലെഫ്റ്റിൽ ഇരിക്കുന്നു. മക്ബൂർ സാഹിബിനെ വിളിക്കുക, 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കാന്ന് പറഞ്ഞു, ഇതുവരെ അതൊക്കെ കൈപ്പറ്റിയിട്ടില്ല. പോട്ടെ. അപ്പോ എനിക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി സുഹൃത്ത് തന്നില്ല. എന്റെ ചോദ്യം ഇതാണ്: 5 കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ഖുർആനിൽ പറയുന്നു. സക്കാത്ത് കൊടുക്കണം, നിസ്കാരം ചെയ്യണം, ശഹാദത്ത് കലിമ ചെയ്യണം, സക്കാത്ത് വ്രതം കൊടുക്കണം. ഇതാണ് ഇസ്ലാമിന്റെ മാർഗം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എനിക്ക് എങ്ങനെ സക്കാത്ത് കൊടുത്ത് സുബർഗത്തിലേക്ക് പോകാൻ പറ്റും? എങ്ങനെ എനിക്ക് മദീനയിലേക്ക് പോകാൻ പറ്റും? അതിനാണ് വീണ്ടെടുക്കാനായി വന്ന യേശുക്രിസ്തു, മറിയത്തുമ്മയുടെ മകനായ യേശുക്രിസ്തു അല്ല, ഈസയല്ല, യേശുക്രിസ്തു വീണ്ടെടുപ്പുകാരനായി കടന്നു വന്നു. അതിൽ വിശ്വസിച്ചാൽ സുബർഗം കരഗതമാക്കാൻ പറ്റുമെന്ന് അടിവരയിട്ട് പറഞ്ഞു. സുഹൃത്തിന്റെ പ്രസംഗമല്ല, ചോദ്യം ചോദിച്ച ചോദ്യത്തിന് ആൻസർ പറഞ്ഞിട്ട് പിന്നെ പരിശുദ്ധ ഖുർആനും ഇസ്ലാമിക വിശ്വാസവും ആദർശവും എന്താണെന്ന് മനസ്സിലാകാതെ എന്തെങ്കിലുമൊക്കെ കേട്ട് അങ്ങനെ തന്നെ വിമർശിക്കുക എന്ന ഒരു രീതി നമ്മൾ മാറ്റണം. ഇവിടെ നമ്മൾ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, ആരെയെങ്കിലും തോൽപ്പിക്കലോ ആരെയെങ്കിലും വിജയിപ്പിക്കലോ അല്ല നമ്മുടെ ലക്ഷ്യം. ജെറി തോമസ് ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു, അതിനെ ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തരുത്, ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമാണ് ഗുണകാംക്ഷയോടുകൂടി നമുക്ക് പറയാനുള്ളത്. ഇസ്ലാം സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന വിഷയം അദ്ദേഹം എവിടെയോ വായിച്ചു. ആർക്കാണ് സക്കാത്ത് എന്നത് ഇസ്ലാം വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ സാമ്പത്തിക ബാധ്യതയുള്ള, കൃത്യമായ സാമ്പത്തിക പരിധിയെത്തിയ ആളുകൾക്കുള്ളൂ. ഇവിടെ പാവപ്പെട്ട ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക്, BPL റേഷൻ കാർഡിന്റെ ആളുകളും സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. വിശ്വാസികളായ എല്ലാവരും സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. സക്കാത്തിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. നിസാബ് എന്ന് പറയും സക്കാത്ത് നിർബന്ധമാകുന്ന പരിധി. ആ പരിധി എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഇത്ര ശതമാനം എന്നാണ് പറഞ്ഞത്, എല്ലാം കൊടുക്കണമെന്നല്ല. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ചിട്ട് വേണം ഇസ്ലാമിനെ വിമർശിക്കാൻ. അത് സത്യമാണോ എന്ന് അന്വേഷിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഞങ്ങൾ പറഞ്ഞത് എല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നാരും പറഞ്ഞില്ല. നിങ്ങൾ ഇവിടെ വിഷയം അവതരിപ്പിച്ചതുപോലെ പ്രമാണങ്ങളിൽ നിന്ന് പ്രമാണബദ്ധമായി ഉദ്ധരിച്ച് ന്യായമായി കോട്ടിമാട്ടലുകളില്ലാതെ ചോദിച്ചോളൂ, വിമർശിച്ചോളൂ. അതിനുള്ള അവകാശവും അവസരവും നിങ്ങൾക്ക് തരാൻ. ചോദിക്കാൻ പറയുമ്പോൾ വേറെ ഏതെങ്കിലും തരത്തിൽ ചോദിച്ച് ഒരു പ്രസംഗം നടത്തല്ല. ആലുവക്കാരനാണ് ഞാൻ, അതുകൊണ്ട് അംശക്ക് മറുപടി. എന്തിനാ അതൊക്കെ പറയേണ്ടത്? ഞാൻ സത്യസന്ധമായി ബൈബിളിൽ വിശ്വസിക്കുന്നു, ആ ബൈബിളിന്റെ ആശയം ഇതാണ്, നിങ്ങൾ പറഞ്ഞത് കളവാണ്, ഇന്നത് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഇങ്ങനെയല്ലേ ചോദിക്കേണ്ടത്? അതല്ലാതെ എന്തൊക്കെയോ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഒരു 100 രൂപക്ക് CD കച്ചവടം, അതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ബുദ്ധിയും ബോധവുമുള്ള ആളുകളാണ് ഈ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വിലയിരുത്തും. അവരുടെ മുമ്പിൽ ന്യായാന്യായങ്ങൾ, യേശുവിന്റെ സുവിശേഷം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞങ്ങൾ ആദരിക്കുന്ന ദൈവദൂതനായി ഞങ്ങൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പീസ് ബി അപ്പോൺ ഹിം എന്ന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആ നാമം ഉരുവിടുന്ന മഹാനായ യേശു ക്രിസ്തു, നിങ്ങൾ പറയുന്ന മിശിഹ, ആ യേശു എവിടെയെങ്കിലും, ഞങ്ങളുടെ ഖുർആനിന്റെ കാര്യത്തിലല്ല, നിങ്ങൾ ആദരിക്കുന്ന ബൈബിളിന്റെ ഏതെങ്കിലും ഒരു വചനത്തിൽ യേശു പഠിപ്പിച്ചിട്ടുണ്ടോ ഞാൻ ദൈവമാണ് എന്ന്? യേശു പഠിപ്പിച്ചിട്ടുണ്ടോ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന്? നിങ്ങൾ എന്നോടാണ് ആരാധിക്കേണ്ടതെന്ന് ആ യേശു പഠിപ്പിച്ചിട്ടുണ്ടോ? അതാണ് ഇവിടുത്തെ ചോദ്യം. ആ ചോദ്യം കണ്ടില്ല എന്ന് നടിക്കരുത് സുഹൃത്തുക്കളെ. എന്റെയും നിങ്ങളുടെയും പരലോക രക്ഷയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി, യേശുവിന്റെ പാതയിലാണ് ഇത് നമ്മൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ഞങ്ങൾ ചോദിക്കുന്നു, യേശുവിന്റെ സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും ത്രിത്വം എന്നൊരു അധ്യാപനം, ആ വാക്ക് പോയി, ആ വാക്കിന്റെ ആശയമെങ്കിലും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടോ? വേറെ ആരെങ്കിലും പറഞ്ഞതല്ല. ബൈബിളിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ബൈബിളിന്റെ ആധികാരിക സോഴ്സ് ആകുമ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി പറയേണ്ടത് ഞാനല്ലേ? ആ ഒരു മാന്യതയെങ്കിലും വകവെച്ചു കൊടുത്തുകൊണ്ട് ആ ധാർമ്മികമായ ശൈലിയിൽ മഹാനായ യേശു എന്താണ് യേശുവിനെ സംബന്ധിച്ച് പറഞ്ഞത്? യേശു ഞാൻ ത്രിത്വത്തിൽ ഒന്നാമനാണ് എന്നോ, ഞാൻ ദൈവമാണെന്നോ, ദൈവപുത്രനാണെന്നോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ബൈബിളിന്റെ എവിടെയെങ്കിലും? അത് പറയേണ്ടതിന് പകരം വേറെ എന്തൊക്കെയോ, അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന മറുപടിയല്ല സുഹൃത്ത് വേണ്ടത്. അത് വളരെ ആത്മാർത്ഥമായി ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി